ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഇങ്ങനെയുള്ള വെള്ളങ്ങളൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ഷീണവും മാറും, നമുക്ക് നല്ല ശാരീരികമായിട്ട് ഒരു സുഖമൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇത് ഫ്രൂട്ട്സിൻ്റെ ഒരു ഓട്സ് ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ജ്യൂസാണിത്. പലതരം ഫ്രൂട്ട്സുകൾ ഇടുമ്പം അതിന് നല്ല ടേസ്റ്റ് കൂടും. അതിൻ്റെ കൂടെ കൊഴുപ്പിന് പാലും ചേർക്കാം. പിന്നെ അണ്ടിപ്പരിപ്പ് കുതിർത്ത് ചേർത്ത് കഴിഞ്ഞാലൊക്കെ നല്ല ടേസ്റ്റാണ്, അതും ചേർക്കണം. പിന്നെ നമുക്ക് ഇപ്പോൾ ഓട്സ് ഇടാം, അതല്ലെന്ന് വരികിൽ വറുത്ത് പൊടിച്ച മുത്താറിപ്പൊടി അത് ചേർക്കാം. അങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് സൂപ്പർ ജ്യൂസാവും. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക. പുറത്തുനിന്ന് വന്നപ്പോൾ എൻ്റെ കൊച്ചുമോൻ വന്നിട്ടുണ്ട്, അവന് ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്കിയതാണ്. അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആവശ്യത്തിന് മധുരവും ചേർത്ത് ഐസ് കട്ടയിട്ട് ശരിയാക്കി അടിക്കുക കേട്ടോ. ഓക്കെ. ഹൈ ഗോൾഡിൻ്റെ ശ്രീകൂട്ടുകാരൻ ഒരു ജ്യൂസ് അടിച്ചാലോ? അതിനകത്ത് ഞാൻ ആദ്യമായി ഒരു കുഞ്ഞു പിടി പിന്നെ അണ്ടിപ്പരിപ്പിട്ടു, ഒരു പിടി ഓട്സ്, ഇത് കണ്ടോ, ഒരു പിടി ഓട്സ് ഇട്ടു. സൗന്ദര്യത്തിനും വേണ്ടിയിട്ട് അല്ല കളറിനും രുചിക്കും വേണ്ടിയിട്ട് കുറച്ച് മുന്തിരിങ്ങ, ഇതാ മുന്തിരിങ്ങ ഇട്ടു. ഒരു പഴം, ഒരു ഏത്തപ്പഴത്തിൻ്റെ ഒരു കുഞ്ഞ് ഏത്തപ്പഴമാണ്. അര ഗ്ലാസ് കണക്കാക്കി ഞാനിത് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അര ഗ്ലാസ് പാല് ഞാനിതിനെ ഒന്ന് അടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി. ഇതുണ്ടോ, അതിനകത്തോട്ട് ഒരു ഏത്തപ്പഴത്തിൻ്റെ ഒരു കുഞ്ഞു പീസും ഒരു ഈത്തപ്പഴവും കൂടെ ഞാൻ അതിൻ്റെ മേലെ ഇടുകയാണ്. നല്ല സൂപ്പർ ജ്യൂസ്, ഫ്രൂട്ട്സ് ജ്യൂസ്.